ആറ്റിങ്ങൽ ഫെഡറൽ കോളേജിൽ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹിന്दी ക്ലാസ്സിലേക്ക് स्वागतम। आटिंगल में स्थित फेडरल कॉलेज में 8वीं कक्षा में पढ़ने वाले सभी छात्रों को मैं इस क्लास में स्वागत करता हूँ। पाठ का नाम शाहजहां अकबर को कौन सिखाए। ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായെ। ശ്രദ്ധിച്ചു കേൾക്കുക. ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായെ, അതായത് മഹാനായ ചക്രവർത്തി അക്ബറിനെ ആര് പഠിപ്പിക്കും? ഷാഹംഷാ अकबर को कौन सिखाए। पाठ शुरू करने से पहले हम कुछ छोटी मोटी बातों पर विचार करेंगे। പാഠം തുടങ്ങുന്നതിന് മുൻപായി നമുക്ക് ചില ചെറിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ആപ്കി പാഠപുസ്തക മേ ദേഖിയേ. എല്ലാവരും പാഠപുസ്തകം തുറന്ന് പാഠം നോക്കിക്കൊള്ളുക. ഉസ്മേ ഏക് ചിത്ര ദിയാ ഗയാ ഹൈ. അതിൽ ഒരു പടം കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ധ്യാൻ സേ ദേഖിയേ. ഹം ധ്യാൻ സേ ദേഖേംഗെ कि उस चित्र में क्या क्या दिखाई देती है. ആ ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. കുച്ച് മധുമക്ഖിയാം ദിഖായി ദേത്തി ഹെ. ഒന്ന് കുറച്ച് തേനീച്ചകളെ അതിൽ കാണാം. തേനീച്ചകളുടെ പടമാണ്, യഥാർത്ഥ തേനീച്ചകളല്ല. സൂക്ഷിച്ചു നോക്കുക. 2 മധുമക്ഖിയും का काम क्या है. മധുമക്ഖിയോं का काम है മധു സഞ്ചിത് കർണ. തേനീച്ചകളുടെ ജോലി എന്താണ്? അവരുടെ പ്രധാന ജോലി തേൻ ശേഖരിക്കുക എന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ये मधुमक्खियाँ दूसरों के लिए मधु സഞ്ചിത് करती हैं. ഈ തേനീച്ചകൾ അവർക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് തേൻ ശേഖരിക്കുന്നത്. इसमें से एक थोड़ा सा अंश वे भी ले लेते हैं. ഈ തേനിൽ നിന്നും ഒരംശം നമ്മളും ചിലപ്പോഴൊക്കെ കഴിക്കുന്നുണ്ടാകും. പരോപകാർ കർണ ഉൻകാ ലക്ഷ്യ മാലൂം പड़ता है. പരോപകാരമാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പരോപകാരം എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നതാണ്. और भी ध्यान से चित्र देखिए. ചിത്രത്തെ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കൂ. ക്യാ മാലൂം പड़ता है. എന്തു മനസ്സിലാകുന്നു? ഇൻ മധുമക്ഖിയോं के पंख किताबों के पन्ने के समान है. क्या आपको ऐसा नहीं लगता? ഈ തേനീച്ചകളുടെ ചിറകുകൾ പുസ്തകങ്ങളുടെ താളുകൾ പോലെ ഉണ്ട്. സൂക്ഷിച്ചു നോക്കുക. എന്താ, അങ്ങനെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കിതാബോं से हम जानकारी प्राप्त करते हैं. പുസ്തകങ്ങളിൽ നിന്നും നാം അറിവ് നേടുന്നു. जानकारी प्राप्त करने के स्रोत बहुत होते हैं. അറിവ് നേടുന്നതിനുള്ള സ്രോതസ്സുകൾ പലതാണ്, ധാരാളമുണ്ട്. इस प्रकार जानकारी प्राप्त करके हमको उससे क्या करना चाहिए. सोचिए. ഇപ്രകാരം അറിവ് നേടിയാൽ ആ അറിവ് കൊണ്ട് നാം എന്തു ചെയ്യണം? ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. इस प्रकार जानकारी प्राप्त करके दूसरों में बांट देना चाहिए. ഇപ്രകാരം ശേഖരിച്ച അറിവിനെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം. കൊടുക്കും തോറും ഏറിടും എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. जब हम सीधे पाठ में आ जाएंगे. शाहंशाह अकबर को कौन सिखाएगा. महान शासक अकबर के बारे में आपने सुना होगा. वे मुगल राजवंश के प्रसिद्ध शासक थे. अनेक वर्षों तक मुगल शासकों ने भारत पर शासन किया था. മഹാനായ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു. മുഗൾ ചക്രവർത്തിമാർ വളരെ കാലം ഇന്ത്യ ഭരിച്ചിരുന്നു. ചരിത്രത്തിൽ പഠിക്കുന്നതാണ്.
अकबर बादशाह का शासनकाल सन माने एडी 1556 से लेकर 1605 तक है. അതായത് ഹിന്ദിയിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറയാം. 1556 AD മുതൽ 1605 വരെയാണ് അക്ബർ ചക്രവർത്തി ഭാരതം ഭരിച്ചിരുന്നത്. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലം ആണ്. सब कुछ जानने वाला कोई भी नहीं है. सब कुछ जानने वाला कोई भी नहीं है. എല്ലാം അറിയുന്നവരായി ആരും തന്നെയില്ല. लेकिन अकबर बादशाह जो भी बातें जहीं जानते थे उनके बारे में जानने की तीव्र इच्छा रखने वाले थे. എന്നാൽ അക്ബർ ചക്രവർത്തി പ്രത്യേകത ഇതാണ്, അദ്ദേഹത്തിന് എന്താണോ അറിയില്ലായിരുന്നത് നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കണമെന്ന് ഉണ്ടായിരുന്നു, ആഗ്രഹിച്ചിരുന്നു. अपने देश में रहते साधारण लोगों के व्यावहारिक ज्ञान देखकर അക്ബർ ബാദഷാ ചകിത് രഹ ജാത്തെ थे. തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ പ്രായോഗിക ജ്ഞാനത്തിൽ അക്ബർ ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. पाठ में बीरबल की गुरु बूढ़ी औरत से एक सच्चा मनुष्य बनने का पाठ महान अकबर सीख लेते हैं. ഈ പാഠത്തിൽ ബീർബലിൻ്റെ ഗുരുവായ വൃദ്ധസ്ത്രീയിൽ നിന്നും ഒരു നല്ല മനുഷ്യനാകാനുള്ള പാഠം കൂടി അക്ബർ ചക്രവർത്തി പഠിക്കുന്നു. നല്ല മനുഷ്യനാകാനുള്ള പാഠം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. यह पाठ एक लोक कथा है. ഇതൊരു നാടോടി കഥയാണ്. അക്ബർ ബാദഷാഹ് के जीवन से संबंधित भी है. അക്ബർ ചക്രവർത്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥയുമാണ്. बादशाह अकबर का राज दरबार बहुत प्रसिद्ध है. अकबर ചക്രവർത്തിയുടെ രാജസഭ വളരെ പ്രസിദ്ധമാണ്. वहाँ बहुत सारे पंडित गायक और धर्म गुरु भी शामिल थे. അവിടെ ധാരാളം പണ്ഡിതന്മാരും ഗായകന്മാരും മതപണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സ് വളരെ വളരെ പ്രസിദ്ധമാണ്. ഫത്തേപൂർ സിക്രി എന്നൊരു സ്ഥലമാണ് ആഗ്ര പട്ടണത്തിനടുത്തുണ്ട്. അവിടെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സ് നടന്നിരുന്നത് ആ കെട്ടിടത്തിലാണ്. ആ കെട്ടിടങ്ങളും അതിൻ്റെ പ്രത്യേകതകളും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ പ്രയാസമാണ്, കണ്ടു തന്നെ അറിയണം. ഇനിയൊരവസരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് തന്നെ പോകാം. अब हम एक घटना के बारे में सोचेंगे. ഇപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് ആലോചിക്കാം. ഘടന देखिए, ആ സംഭവം എന്താണെന്ന് നോക്കൂ. ബാദഷാ അക്ബർ ഗഹരി ചർച്ച में डूबे हुए हैं. അക്ബർ ചക്രവർത്തി ഗഹനമായ ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ്. ദർബാർ में बहुत सारे पंडित भी बैठे हैं. രാജസഭയിൽ ധാരാളം പണ്ഡിതന്മാരും ഇരിപ്പുണ്ട്. जल्दी ही बादशाह ने बीरबल से कहा. चक्रवर्ती बीरबलिനോട് പറഞ്ഞു, मैं बड़ा बुद्धिमान था लेकिन सोच रहा था कि ऐसा रहा हूँ कि ऐसा नहीं है. ഞാൻ ഒരു മഹാപണ്ഡിതനാണെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ ഇപ്പോഴങ്ങനെയല്ലെന്ന് തോന്നുന്നു. लेकिन मैं सभी बातों की जानकारी प्राप्त करना चाहता हूँ. എന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. കൽ സേ മേരി പഠായി കാ ഇന്തസാം കരോ ബീർബൽ. നാളെ മുതൽ എൻ്റെ പഠനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഹേ അല്ലയോ ബീർബൽ, എന്തെങ്കിലും ചെയ്യൂ. दूसरे दिन बादशाह ने देखा कि राज दरबार में बहुत से लोग बैठे हैं. പിറ്റേ ദിവസം അക്ബർ കണ്ടത് എന്താണ്? രാജസഭ ധാരാളം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
ബാദശാ ഗുസ്സേ മേ ആ ഗയേ. ഇത് കണ്ട് ചക്രവർത്തിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ബീർബൽ സെ പൂഛ യേ സബ് ക്യാ ഹൈ, ഇതെല്ലാം എന്താണെന്ന് ബീർബലിനോട് ചോദിച്ചു. കഹാ कि ऐसे लोगों को लाना जो मुझे कुछ സിഖാ പായേ. ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിവുള്ളവരെ കൊണ്ടുവരാനാണല്ലോ. ബീർബലിനെ ഉത്തർ ദിയ. ബീർബൽ മറുപടി പറഞ്ഞു. മാഫി ചാഹത്താ ഹൂം ജഹാംബന, ക്ഷമിച്ചാലും മഹാരാജൻ, മൈനെ ഐസാ ഹി കിയാ ഹൈ, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാദ്ഷാനെ കഹ സാബിത് കറോ, തെളിയിക്കൂ. ബീർബലിനെ പൂച്ച. ബീർബൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, ചക്രവർത്തിയോടാണ്. ക്യാ ആപ് ജാൻതേ ഹൈ കി കപ്പടോ സെ ദാഗ് കൈസെ ഹട്ടായാ ജാത്താ ഹൈ, വസ്ത്രങ്ങളിൽ നിന്നും കറ നീക്കുന്നത് എങ്ങനെയെന്ന് അങ്ങേക്കറിയാമോ? അക്ബറിനെ ഉത്തർ ദിയ നഹി. അക്ബർ മറുപടി കൊടുത്തു, ഇല്ല. बीरबल ने कहा इनमें से बहुत से लोग ये जानते हैं. ബീർബൽ പറഞ്ഞു, ഈ വന്നിരിക്കുന്നതിൽ പലർക്കും ആ വിദ്യ അറിയാം, പക്ഷെ അങ്ങേക്ക് മാത്രം അറിയില്ല. इस प्रकार के अनेक प्रश्न बीरबल ने पूछा. ഇപ്രകാരമുള്ള അനേകം ചോദ്യങ്ങൾ ബീർബൽ ചോദിച്ചു. ബാദശാ ഉത്തർ നഹീം ദേ സകെ, എന്നാൽ ചക്രവർത്തിക്ക് ഉത്തരം അറിയാമായിരുന്നില്ല, ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. അവസർ പാക്കർ ബീർബലിനെ കഹ, ഒരു സന്ദർഭം കണ്ട് ഉചിതമാണെന്ന് തോന്നി ബീർബൽ പറഞ്ഞു, ഇസ് ദർബാർ മേ ആയേ ഏക് ഏക് വ്യക്തി ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹൈ. ഈ സഭയിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തിയും അങ്ങയെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം പഠിപ്പിക്കുവാൻ കഴിവുള്ളവരാണ്. ആപ് ഏക് ബാത്ത് സമझ लीजिए, അങ്ങ് മനസ്സിലാക്കിയാൽ പ്രത്യേക വ്യക്തിയുമേ ഏക് വിശേഷ ജ്ഞാൻ रहता है. ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേക അറിവ് ഇരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വേ ദൂസറോं को यह ज्ञान प्रदान करते हैं. ആ അറിവ് മറ്റുള്ളവർക്ക് അവർ കൊടുക്കുകയും ചെയ്യും. പഠത്തെ അവർ പഠാത്തെ ഹൈ, അവർ പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ബാദശാ സബ് കുച്ച് സമझ ഗയേ. അക്ബർ ചക്രവർത്തിയെല്ലാം മനസ്സിലാക്കി. ബീർബൽ പറഞ്ഞതിൻ്റെ സാരം, വേ ബഡേ ബുദ്ധിമാൻ ധേ. അക്ബർ മോശമായിരുന്നില്ല, വളരെ ബുദ്ധിമാനായിരുന്നു. മുസ്കുരാത്തെ ഹുവേ ബീർബൽ കി ഓർ ദേഖ ഓർ പൂച്ച. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ബീർബലിനെ നോക്കി ചോദിച്ചു, ബീർബൽ തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ. ഹേ ബീർബൽ, അപ്പോൾ നീയും ഒരു വിദ്യാർത്ഥിയാണല്ലേ? मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. ഞാൻ മനസ്സിലാക്കിയിരുന്നത് നിന്നെ ആരും ഒന്നും പഠിപ്പിക്കത്തില്ല എന്നാണ്. ഈ समय बीरबल भी भीड़ से एक बूढ़ी औरत को बादशाह के सामने ले आए. ഈ സമയം ബീർബൽ ആൾക്കൂട്ടത്തിലിരുന്ന ഒരു വൃദ്ധയെ ചക്രവർത്തിയുടെ മുന്നിൽ ഹാജരാക്കി. बीरबल ने कहा, जहांबना, ये मेरे पहले गुरुओं में से एक है. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവർ എൻ്റെ ആദ്യ ഗുരുക്കന്മാരിൽ ഒരാളാണ്. इस महिला ने बादशाह की सलाम की. ആ സ്ത്രീ ചക്രവർത്തിയെ വണങ്ങി. कहा, बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख लेना संभव नहीं है. എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പഠിക്കുവാൻ കഴിയില്ലെന്ന് ബുദ്ധിമാന്മാരായവർ മനസ്സിലാക്കുന്നു. ലേക്കിൻ സബ്കോ യേ സീഖന ചാഹിയേ कि अच्छा इंसान कैसे बन सकता है. എന്നാൽ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാകണമെന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും മറ്റുമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ ചുരുക്കമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സുൻകർ ബാദ്ഷാ ബഹുത് പ്രസന്ന ഹുവേ. ഇത് കേട്ടപ്പോൾ ചക്രവർത്തി സന്തുഷ്ടനായി. ബാദ്ഷാ ने उनको सलामी दी. ചക്രവർത്തി
എഴുന്നേറ്റ് ആ സ്ത്രീയെ വണങ്ങി. ബീർബൽ സെ കഹാ, തും ബഡേ ഭാഗ്യശാലി ഹോ, നീ വലിയ ഭാഗ്യവാനാണല്ലോ ബീർബൽ. തുംകോ ഐസെ ഗുരു മിലേ ഹൈ, നിനക്ക് ഇപ്രകാരമുള്ള ഗുരുക്കളെയാണല്ലോ കിട്ടിയിരുന്നത്.